ഈ അമ്മയും മോളും ഓളെ 2 മക്കളും. പിന്നെ നമുക്ക് എല്ലായിടത്തും കൊടുത്തിന് ഇപ്പം തന്നെ കേട്ടോ ബോട്ടിന്റെ കള്ളാസ് ഇവിടെ 8 ബോട്ടുണ്ട്. ഈ 8 ബോട്ടിൽ നിന്ന് നമുക്ക് ബോട്ട് കള്ളാസ് ഇല്ല. എല്ലായിടത്തും കൊടുത്തു, നമ്മൾ ഈ വീട്ടിൽ മാത്രമില്ല. അങ്ങനെ ഞാൻ എല്ലാവരോടും ചോദിച്ചു, എല്ലാവർക്കും കിട്ടി, നമുക്ക് കിട്ടിയില്ല. കൊടുത്തു അത് ഇത് അങ്ങനെ ഇവിടെ ഇവര് പാർട്ടിയുടെ ബേസിൽ പേപ്പർ കൊണ്ടുവരലുണ്ട്. അയാളാണ് ആദ്യം ഇവിടെ കവറെടുക്കാൻ പറ്റില്ലേ, അവരോട് ചോദിച്ചു നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, ഇവർക്കെല്ലാം കിട്ടിയിട്ട് നമുക്ക് കൊടുത്തു. പേപ്പർ കൊണ്ടിരുന്നാണ് ഇത് കൊണ്ടുവന്നിട്ട് തന്നു. ഞാൻ ചോദിച്ചു ബാക്കി കൊടുത്തു എൻ്റെ കള്ളാസ് എന്ന്. എന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ ചോദിച്ചു നിങ്ങൾ പേപ്പർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പേപ്പർ കൊണ്ടുവന്ന് പോവാ, ഈ കള്ളാസ് പുറത്താൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ആര് കൊടുത്തു അവരെനിക്ക് കൊടുത്തരണം. അത് ഇന്നാളാണ് കൊടുത്തിന്, നമ്മൾ അതിൻ്റെ അപ്പുറം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ നിങ്ങൾ അതിൻ്റെ അപ്പുറം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ? പ്രാഥമികമായി ഞങ്ങളിപ്പോൾ ആലോചിച്ച കാര്യം, ഒന്ന് ഈ മഴക്കാലം ഇപ്പോൾ ജൂൺ 1 ആരംഭിക്കുകയാണ്. ഇവിടെ എന്തായാലും താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നേരത്തെ വാടക വീട്ടിലേക്ക് പോകാൻ സന്നദ്ധമായിരുന്നില്ല. ഞാനെന്തായാലും ഇവിടുന്ന് മാറില്ല എന്ന നിലപാടാണ് അമ്മ സ്വീകരിച്ചത്. ഇപ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തൽക്കാലം വാടക വീട്ടിലേക്ക് മാറാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാടക വീട്ടിലേക്ക് മാറ്റി ഇവിടെ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അതിനൊരു ജനകീയ കമ്മിറ്റി കൗൺസിലർ മുൻകൈ എടുത്തുകൊണ്ടൊരു യോഗം വിളിച്ചു ചേർത്ത് അതിൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ളൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരാലോചന നടത്തിയിട്ടുള്ളത്. അതിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കണം എന്നും ധാരണയുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. 17-ാം വാർഡിൽ ഈ പറയുന്ന വീട് ഇളിഞ്ഞു പൊളിഞ്ഞത് കഴിഞ്ഞ മഴക്കാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അധികാരികളുടെ മുമ്പിൽ ഒരുപാട് തവണ ഇവർ കയറി ഇറങ്ങി ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നാട്ടുകാർ എല്ലാം സംഘടിച്ചിട്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കണ്ടിച്ചിട്ട് ഇപ്പോൾ നിയുക്ത MLA കുഞ്ഞേഷനായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് പുനർനിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ നിയുക്ത MLA കുഞ്ഞേഷനയുടെ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിനൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് ഈ വീട് അവർക്ക് പുനർനിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.